ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചാലോ? അതും 1200 രൂപയ്ക്ക് 3 രാത്രിയും 2 പകലും കൊണ്ട് ഊട്ടിയും മസനഗുഡിയും കോയമ്പത്തൂരും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. എങ്ങനെയാണെന്നല്ലേ? ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ യാത്ര ആരംഭിച്ചത് കൊല്ലത്തു നിന്നാണ്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം 6:18 വരുന്ന ട്രെയിനിലാണ് ഞാൻ കോയമ്പത്തൂരേക്ക് പോയത്. ട്രെയിൻ നമ്പർ 12696 TVC MAS സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ 6:18 കൊല്ലത്തെത്തിയ ഈ ട്രെയിൻ വെളുപ്പിന് 2 മണിയായപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷായി 4:30 ആയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഊട്ടിയിലേക്ക് പുതു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ്, അതുകൊണ്ട് ആദ്യം അവിടെ എത്തണം. പുതു ബസ് സ്റ്റാൻഡിലേക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിൽ നിന്ന് ബസ്സില്ല കേട്ടോ. അപ്പോൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അവിടേക്ക് പോകാൻ. 4:38 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഗാന്ധിപുരത്തേക്ക് എനിക്ക് ബസ് കിട്ടി. ബസ് കോഡ് 66 ആണ്, ടിക്കറ്റ് 15 രൂപ. 5 മണിയായപ്പോൾ ഞാൻ ഗാന്ധിപുരത്തെത്തി. അപ്പോൾ തന്നെ TNSTCയുടെ 32G കോഡുള്ള ബസ് എനിക്ക് കിട്ടി. അതിൽ പുതു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി 6 രൂപ ടിക്കറ്റിൽ. 5:10 പുതു ബസ് സ്റ്റാൻഡിലെത്തി. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഊട്ടിയിലേക്കുള്ള ബസ് വന്നു. അങ്ങനെ 5:21 ആയപ്പോൾ നമ്മുടെ ഊട്ടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പിന്നീടുള്ള 2.5 മണിക്കൂർ നല്ല കിടിലൻ കാഴ്ചകളൊക്കെ കണ്ട് സൈഡ് സീറ്റിലിരുന്ന് നല്ല പഴയ തമിഴ് പാട്ടുകളും കേട്ട് തണുത്ത് വിറച്ച് ഊട്ടിയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ 5:21 തുടങ്ങിയ യാത്ര 8 മണിയായപ്പോൾ ഊട്ടി ബസ് സ്റ്റാൻഡിലെത്തി. രാവിലെ തുടങ്ങിയ യാത്ര ആയതുകൊണ്ട് ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഊട്ടിയിലിറങ്ങി ആദ്യം നടന്നത് ഒരു തട്ടുകട തപ്പിയായിരുന്നു. ഒടുവിൽ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള തട്ടുകടയിൽ നിന്ന് 3 പൂരിയും കിഴങ്ങറിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ തന്നെ ഗൂഡല്ലൂർ ബോർഡ് വെച്ചൊരു TNSTCയുടെ ബസ് കിടക്കുന്ന കണ്ടു. അങ്ങനെ ഗൂഡല്ലൂർ ബസ്സിൽ കയറിയ ശേഷം പൈക്കര വാട്ടർഫാൾസ് കാണാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. അവിടേക്ക് ടിക്കറ്റ് കൊടുത്തു. 22 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ സ്റ്റോപ്പ് എത്തി ചാടി ഇറങ്ങി ഏകദേശം ഒരു 300 മീറ്റർ നടന്നു വേണം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്താനായിട്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 20 രൂപ കൊടുത്താൽ ബാറ്ററി കാറിൽ പോയി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഇറങ്ങാം. പിന്നെ എൻട്രി ടിക്കറ്റ് 30 രൂപ കൊടുത്ത ശേഷം 50 സ്റ്റെപ്പ് ഇറങ്ങി വേണം വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് പോകാൻ. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട ശേഷം ഒരു 11:45 ആയപ്പോൾ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ഒരു 12 മണിയോടുകൂടി ഗൂഡല്ലൂരിലേക്ക് ബസ് കിട്ടി. 31 രൂപയാണ് ടിക്കറ്റ്. പിന്നീടുള്ള 1 മണിക്കൂർ നല്ല കിടിലൻ തേയിലത്തോട്ടങ്ങളും യൂക്കാലി മരങ്ങളും പൈൻ ഫോറസ്റ്റും ഒക്കെ കണ്ട് 1 മണിക്ക് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഗൂഡല്ലൂർ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വിശപ്പടിച്ചിരുന്നു. അങ്ങനെ നേരെ പോയത് നല്ലൊരു ഹോട്ടൽ തപ്പിയാണ്. പിന്നെ കിട്ടിയ ഹോട്ടലിൽ കയറി ഒരു വെജിറ്റബിൾ ബിരിയാണിയും കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 1:45 ആയി. പിന്നീട് 3 മണിക്കുള്ള ബസ്സിൽ മസനഗുഡിയിലേക്കായിരുന്നു അടുത്ത യാത്ര. ഗൂഡല്ലൂരിൽ നിന്ന് മസനഗുഡി വരെ 20 രൂപയായിരുന്നു ടിക്കറ്റ്. അങ്ങനെ മുതുമലൈ ടൈഗർ റിസർവിനുള്ളിലൂടെ 1 മണിക്കൂറത്തെ യാത്രയായിരുന്നു മസനഗുഡി വരെ. ഇടയ്ക്ക് 5-6 മയിലിനെയും പിന്നെ കുറച്ച് മാനുകളെയൊക്കെ കാണാൻ പറ്റി. എന്തായാലും 3 മണിക്ക് തുടങ്ങിയ യാത്ര കൃത്യം 1 മണിക്കൂർ എടുത്ത് 4 മണിക്ക് മസനഗുഡിയിലെത്തി. മസനഗുഡിയിൽ എത്തിയപ്പോൾ തന്നെ ഊട്ടിയിലേക്കുള്ള ബസ് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ മസനഗുഡിയിൽ നിന്ന് പിന്നെ ഊട്ടിയിലേക്കായി അടുത്ത യാത്ര.
36 ഹെയർ പിൻ വളവുകളുള്ള കല്ലട്ടി ചുരം വഴി നേരെ ഊട്ടിയിലേക്ക്. 26 രൂപയാണ് മസിനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഏകദേശം 6 മണിയായപ്പോൾ നമ്മളങ്ങനെ ഊട്ടിയിലെത്തി. അപ്പോൾ ആദ്യ ദിവസത്തെ യാത്രകളും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.